ഒരു സമൂഹം നിലയ്ക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് സിസ്റ്റം നോക്കുമ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ട് ഇങ്ങനെ അത് പരിഹരിക്കാനായിട്ട് ഇപ്പോൾ നിപ്പ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിപ്പ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്, ചികിത്സിക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു 1-2 കാഷ്വാലിറ്റീസ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ നിപ്പ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണത് അത് പ്രൈമോറിയലായിട്ട് അത് അതിൻ്റെ സോഴ്സിൽ തന്നെ തടയണമെന്നുള്ളതിൻ്റെ വിവരം നമുക്കിപ്പോഴും കിട്ടിയിട്ടില്ല. ഇതെങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഇന്ത്യയിലും ഇത്രയും മെച്ചപ്പെട്ട ഈ പറഞ്ഞ ഏത് കാര്യത്തിനകത്തായാലും നമ്മളിത് പറയുമ്പോഴും അത് ഓർമ്മ വേണം, ഇന്ത്യക്കകത്തുള്ളതിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട സംവിധാനം തന്നെയാണ് കേരളത്തിലുള്ളത് എന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങൾ, വികസിതമായിട്ടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ പോലും വളരെ മെച്ചപ്പെട്ട സംവിധാനമാണ് എല്ലാ കാര്യത്തിനകത്തും. നമ്മൾ കേരളത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയുന്നതാണ്. അത് നമ്മൾ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മെച്ചമാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് ഇത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് ഈ നിലവിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ വിവിധ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് എത്ര കണ്ട് തയ്യാറായിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഹിസ്റ്റോറിക്കലായി ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന കോവിഡ് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഒക്കെ നമ്മളത് ആ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം സജ്ജമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്കുണ്ടായിരുന്നത്. ആ ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസിസിനകത്ത് ഓടിക്കൂടുന്ന ജനങ്ങളും വോളണ്ടറി ആയിട്ട് വരുന്ന ആൾക്കാരും ഒക്കെ ചേർന്ന് കൊണ്ടുണ്ടാവുന്ന ഒരു 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 കൂട്ടായ്മയാണ് അതിനകത്ത്. പൊളിറ്റിക്കൽ നേതൃത്വം അതിനെ കൊണ്ട് നിൽക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു വ്യത്യാസമാണ് ക്രൈസിസ് വരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ക്രൈസിസ് അല്ലാതെ വരുന്ന സ്ഥിരമായി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 6-7 വർഷം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് മഴക്കാലം വരുമ്പോൾ ഉണ്ടാവുന്ന ഡെങ്കു, അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ, ഇങ്ങനെ മലേറിയ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇങ്ങനെയുള്ള രോഗങ്ങൾ വളരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജലജന്യ രോഗങ്ങളായിട്ടുള്ള ടൈഫോയിഡോ കോളറയോ ഷിഗല്ലയോ ഇതും ഭയങ്കരമായി വരും. ഇതൊക്കെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ കരുതിയിരുന്നത് നമുക്ക് തുടച്ചു നീക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇതൊക്കെ ബ്രേക്ക് ത്രൂ ചെയ്ത് വരുന്നതിൻ്റെ പുതിയ രോഗങ്ങൾ വരുന്നു, പഴയ രോഗങ്ങൾ തിരിച്ചു വരുന്നു. ഇതൊക്കെ സ്ഥിരമായിട്ട് അഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ പറ്റുന്നില്ല എന്ന് വേണം കരുതാൻ. ക്രൈസിസ് മാനേജ് ചെയ്യാനായിട്ട് വളരെ സജ്ജമായിട്ട് വളരെ നല്ല സംവിധാനമാണ്. പക്ഷേ സ്ഥിരമായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അത് ആരോഗ്യരംഗത്തിൻ്റെ മാത്രം പണിയുമല്ല. പല സ്ഥലത്തും പല എഞ്ചിനീയറിംഗിനും PWD ഒക്കെ സഹായമൊക്കെ ആവശ്യമുള്ളതാണ്. പക്ഷേ ഏകോപന സ്വഭാവത്തോടു കൂടി ഈ ഒരു വിഷയത്തിലേക്ക് അങ്ങനെ ഇടപെടാനായിട്ട് ഒരു സമൂഹം നിലയ്ക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് സിസ്റ്റം നോക്കുമ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ട് ഇങ്ങനെ അത് പരിഹരിക്കാനായിട്ട് ഇപ്പോൾ നിപ്പ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിപ്പ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്, ചികിത്സിക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു 1-2 കാഷ്വാലിറ്റീസ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ നിപ്പ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണത് അത് പ്രൈമോറിയലായിട്ട് അത് അതിൻ്റെ സോഴ്സിൽ തന്നെ തടയണമെന്നുള്ളതിൻ്റെ വിവരം നമുക്കിപ്പോഴും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ബാറ്റിൽ നിന്നാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റുമെങ്കിലും നമുക്ക് അങ്ങനെ കഴിഞ്ഞിട്ടില്ല. എവിടെ നിന്ന് എങ്ങനെയാണത് പകരുന്നത്, മനുഷ്യനിലേക്ക് എത്തുന്ന ഇൻഡെക്സ് കേസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി എത്താൻ എങ്ങനെയാണത് എത്തുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരവധി പറഞ്ഞ മലേറിയ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പുതിയ മലേറിയ വന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും അത് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്, കുറയുന്നത് പോലുമില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ. അതിനൊരു പീക്ക് എപ്പോൾ എത്തുന്ന പോലും അറിയത്തില്ല. അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും കാത്ത് ലാബുകൾ ഉണ്ടാക്കുന്നുണ്ട്, അത് നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ രോഗം വരുന്നതിനെ കുറിച്ച് തടയാനായിട്ടുള്ള ഒരു സംവിധാനം വാസ്തവത്തിൽ നമ്മൾ ആ ഒരു ഇടപെടൽ അത്രയും നന്നാക്കി നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ആരോഗ്യരംഗത്തിൻ്റെ മാത്രം പ്രശ്നം അല്ല. ഈ എക്സസൈസ് ഇല്ലാതെ ഇരിക്കുക, ചെറുതിരുന്ന് നമുക്ക് വ്യായാമം ചെയ്യാൻ പറ്റാതിരിക്കുക, അതിനുള്ള സ്ഥലങ്ങളില്ലാതിരിക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ആക്സിഡൻറ്റുകൾ നമുക്ക് പലപ്പോഴും നമ്മുടെ റോഡുകളൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും പോലും ആക്സിഡൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആംബുലൻസ് സർവീസ്
റെഫറൽ സർവീസ് അനുസരിച്ച് ചികിത്സിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇത് കാരണം ഉണ്ടാകുന്ന സ്ഥിരമായിട്ടുണ്ടാകുന്ന സ്ഥായിയായി നടക്കുന്ന വാർഷികമായി നടക്കുന്ന പല ഇഷ്യൂസും നമുക്ക് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിനകത്തും മൊത്തമായി തന്നെ ഗവേണൻസിനകത്തും നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതേസമയം ക്രൈസിസിനകത്ത് മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം നല്ല ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. ഇത് എങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഇന്ത്യയിലും ഇത്രയും മെച്ചപ്പെട്ട ഈ പറഞ്ഞ ഏത് കാര്യത്തിനകത്തായാലും നമ്മളിത് പറയുമ്പോഴും അത് ഓർമ്മ വേണം, ഇന്ത്യക്കകത്തുള്ളതിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട സംവിധാനം തന്നെയാണ് കേരളത്തിലുള്ളത് എന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങൾ, വികസിതമായിട്ടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ പോലും വളരെ മെച്ചപ്പെട്ട സംവിധാനമാണ് എല്ലാ കാര്യത്തിനകത്തും. നമ്മൾ കേരളത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയുന്നതാണ്. അത് നമ്മൾ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മെച്ചമാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് ഇത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. പല രാജ്യങ്ങളും മറികടന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ഇവിടെ പരിഹരിക്കേണ്ടി വരുന്നത്. ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഈ ജലജന്യ രോഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഒരു വാട്ടർ ഈ പറഞ്ഞ നമ്മുടെ മാനേജ്മെൻറ്റാണ്. നമുക്കൊരിക്കലും പൈപ്പ് ലൈനുകളല്ല, വളരെ കുറച്ച് നഗരങ്ങളിൽ മാത്രമാണ് വാസ്തവത്തിൽ ശുദ്ധീകരിച്ച വെള്ളം നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്. പൊതുവായിട്ട് കുടിവെള്ളം, ശുദ്ധീകരിച്ച കുടിവെള്ളം എല്ലാ ആൾക്കാർക്കും എത്തിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ല. കിണർ വെള്ളവും നോക്കുമ്പോൾ ഈ വളരെയധികം ചെറിയ ചെറിയ ഭൂമിക്കകത്ത് ഈ പറഞ്ഞ ഈ കക്കൂസും ഈ പറയുന്ന കിണറും തമ്മിലുള്ള അകലം വളരെ കുറയുകയും അതിനകത്തു നിന്നുള്ള സീപ്പേജ് അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും മിക്കവാറും ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഭൂപ്രകൃതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ സ്ഥിരമായിട്ടുള്ള പരിഹാരങ്ങൾ വാസ്തവത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് വേറെ പല പരിഹാരങ്ങളാണ് പലപ്പോഴും വേണ്ടി വരുന്നത്. ഇത്രയും അധികം ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് വലിയ വലിയ വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് എടുക്കാൻ വേണ്ടി വരുന്ന പുതിയ പരിഹാര മാർഗങ്ങൾ അതിനകത്ത് ഉണ്ട്. അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്.